KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. താനൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയെ ആക്രമിച്ച ശേഷം മുസ്ലിം ലീഗ് പ്രവർത്തകർ അഴിഞ്ഞാടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വ്യാജ പ്രചാരണങ്ങളിൽ പ്രവർത്തകർ വഞ്ചിതരാവരുതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരളത്തിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി, സാമഗ്രികൾ വിതരണം ചെയ്തു. സുന്നികളെ ചവിട്ടിത്താഴ്ത്തുന്നവരെ പ്രവർത്തകർ കണ്ടറിയും, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വാർത്തകൾ വിശദമായി. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാനെയും LDF നേതാക്കളെയും പ്രവർത്തകരെയും ക്രൂരമായി ആക്രമിച്ച ശേഷം ലീഗ് പ്രവർത്തകർ അഴിഞ്ഞാടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. താനൂർ നഗരസഭാ കൌൺസിലർ MP അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ലീഗ് പ്രവർത്തകരാണ് ഏപ്രിൽ 19 താനൂർ ചാപ്പപ്പടിയിൽ വെച്ച് ക്രൂരമായി അക്രമം അഴിച്ചുവിട്ടത്. 40 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പാണ് പുറത്തുവന്നത്. കല്ലുകളും വടികളുമേന്തിയ ലീഗ് പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതും ദൃശ്യത്തിലുണ്ട്. ഗുജറാത്തിൽ കർസേവകർ അഴിഞ്ഞാടിയ ദൃശ്യങ്ങൾക്ക് സമാനമാണ് താനൂരിൽ പച്ച ഫാഷിസത്തിന്റെ അഴിഞ്ഞാട്ടം. ഈ ഭാരത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചന്തികൾ എത്തിക്കുക. ഇത് താനൂരാണ്. താനൂർ നിയോജക മണ്ഡലമാണ്. 5 നിയോജക മണ്ഡലമല്ല, താനൂർ നിയോജക മണ്ഡലമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഈ ഭാരത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പ്രകടിച്ചു വരുന്ന ജനമഹാസമുദ്രത്തിൽ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിന്റെ പടച്ചട്ടയണിഞ്ഞ മികച്ച പോരാളി ഈ അഗ്രഹിമാനിക ടിപ്പു സുൽത്താന്റെ പടയോട്ടമെന്ന് പേര് ധരിച്ച നാട്ടിലൂടെ പടിഞ്ഞാറ് അറബിക്കടൽ ഒരു പാലത്ത് പിന്നോട്ട് എല്ലാവരും കാഴ്ചക്കാരായ
കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പ്രദേശത്ത് വെച്ച് വി അബ്ദുറഹ്മാന്റെ പ്രചാരണ വാഹനത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. അന്ന് സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെ തെർമോകോൾ രൂപം അഗ്നിക്കിരയാക്കിയിരുന്നു. അക്രമത്തിന് നേതൃത്വം നൽകിയവരെയും അക്രമം നടത്തിയവരെയും തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യം ഉയർന്നു. ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് പറയുന്ന ലീഗ് നേതൃത്വത്തിനേറ്റ അടിയാണ് വീഡിയോ ദൃശ്യങ്ങൾ. സ്ഥാനാർത്ഥിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം വലിയ ചർച്ചയായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിരവധി വ്യാജവാർത്തകളുമായി ചേളാരി സുപ്രഭാതം പത്രം. നാളെ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ മറിക്കുക എന്ന ലക്ഷ്യത്തോടെയും ലീഗിന്റെ പരാജയ ഭീതി മൂലവുമാണ് വ്യാജവാർത്തകൾ മെനഞ്ഞുണ്ടാക്കുന്നത്. മണ്ണാർക്കാട് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അരി വിതരണം, അട്ടപ്പാടി മർക്കസിൽ പോലീസ് റെയ്ഡ് എന്ന തലക്കെട്ടിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. എന്നാൽ 2015 ഒക്ടോബർ 8 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്ത റഹ്മ റേഷൻ പദ്ധതിയുടെ ഭാഗമായി മാസങ്ങളായി നടന്നുവരുന്നതാണ് അരി വിതരണം. എല്ലാ മാസവും 2ാം ശനിയാഴ്ച നടക്കുന്ന അരി വിതരണമാണ് ഇന്നലെയും നടന്നത്. എന്നാൽ പരാജയ ഭീതി പൂണ്ട ലീഗ് പ്രവർത്തകർ അരി വിതരണം തടസ്സപ്പെടുത്തുകയായിരുന്നു. വിശദാംശങ്ങൾ നൽകുന്നതിനായി സ്ഥാപനത്തിന്റെ മുഖ്യ രക്ഷാധികാരി ഉസ്മാൻ സഖാഫി പയ്യനടം നമ്മോടൊപ്പം ചേരുന്നു. ഉസ്മാൻ സഖാഫി, മണ്ണാർക്കാട് LDF സ്ഥാനാർത്ഥിക്കു വേണ്ടി അരി വിതരണം, അട്ടപ്പാടി മർക്കസിൽ പോലീസ് റെയ്ഡ് എന്നൊരു വാർത്ത ഇന്ന് ചേളാരി പത്രത്തിൽ വന്നതായി കാണുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് സത്യാവസ്ഥ? പോലീസ് റെയ്ഡ് നടന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇവിടെ നടന്ന സംഭവം നമ്മൾ മാസങ്ങളായി സ്ഥിരമായി എല്ലാ മാസവും 2ാം ശനിയാഴ്ച അട്ടപ്പാടിയിലെ വിധവകളും സംരക്ഷിക്കാൻ ആളില്ലാത്ത പാവപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്ത് അത് തന്നെ വാർഡ് മെമ്പേഴ്സിന്റെ ഒപ്പോടുകൂടി അവരുടെ റെക്കമെൻഡോടുകൂടി തെരഞ്ഞെടുത്ത ഏതാനും അർഹരായ ആളുകൾക്കാണ് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മാസവും ചെയ്യുന്നത് പോലെ ഈ പ്രാവശ്യവും ഇന്നലെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി. അതല്ലാതെ വോട്ടിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി യാതൊരു ആവശ്യവും ഇല്ല. അതിവിടെ എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. പോലീസ് റെയ്ഡ് നടത്തിയെന്ന് പറയപ്പെടുന്നു. റെയ്ഡ് നടന്നിട്ടുണ്ടോ? ഏത് പോലീസാണ് വന്നിട്ടുള്ളത്? ഒരിക്കലുമില്ല. ഞങ്ങൾ അരി വിതരണത്തിന് വേണ്ടി 10 മണി സമയത്ത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പഞ്ചായത്ത് മെമ്പർ സജിനയുടെ ഭർത്താവ് നവാസും റഷീദുള്ള മല, മുൻ വാർഡ് മെമ്പർ അബ്ദുൽ ലസീദ്, തോട്ടാശ്ശേരി ബാപ്പുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ 10-25ഓളം വീട് ഗുണ്ടകൾ സ്ഥാപനത്തിൽ കയറുകയും അരിവിതരണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തടയുകയും ചെയ്തു. ആ സമയത്ത് അരി വാങ്ങാൻ വന്ന പാവപ്പെട്ട ആളുകൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ആ വിവരം അറിഞ്ഞ് പരിസരത്തുള്ള നാട്ടുകാരെ കൂടി ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പ്രശ്നം മൂർച്ഛിച്ച് രൂക്ഷമായപ്പോൾ മർക്കസുറഹ്മ കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ വിവരം സ്റ്റേഷനിൽ അറിയിച്ചതനുസരിച്ചാണ് പോലീസ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നതും ജന ശാന്തമാക്കിയത്. അതല്ലാതെ റെയ്ഡ് നടക്കുകയോ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യങ്ങളും തന്നെ നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. മറിച്ച് ഇന്ന് പത്രത്തിൽ വന്ന റിപ്പോർട്ടുകൾ വ്യാജവും പച്ചക്കള്ളവുമാണ് എന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയും. നന്ദി ഉസ്മാൻ സഖാഫി വിവരങ്ങൾ നൽകിയതിന്. ഇനി ഇന്നലെ അട്ടപ്പാടി മർക്കസിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംഭവസ്ഥലത്തെത്തിയ SIയോട് തന്നെ ചോദിക്കാം. ഹലോ, SI ആണ്. അഗളി SI സാറാണല്ലേ? അതെ അതെ. ഇന്ന് പത്രത്തിലൊരു റിപ്പോർട്ട് കണ്ടു, അതുകൊണ്ടാണ് വിളിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഇന്നലെ അട്ടപ്പാടി മർക്കസിൽ പോലീസ് റെയ്ഡ് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് കണ്ടു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. റെയ്ഡ് നടത്തിയിട്ടില്ലല്ലോ. പോലീസ് റെയ്ഡ് നടത്തിയിട്ടില്ല. റെയ്ഡ് നടത്തിയിട്ടില്ലല്ലോ. പോലീസ് റെയ്ഡ് നടത്തിയിട്ടില്ല. അവിടെ റെയ്ഡ് നടത്തുമ്പോൾ പിടിച്ചെടുക്കൊക്കെ വേണ്ട, അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഓക്കെ. സത്യാവസ്ഥ ഇതായിരിക്കെ നിരന്തരം വ്യാജവാർത്തകൾ മെനയുന്നത് ചേളാരി വിഭാഗത്തിനും മുസ്ലിം ലീഗിനും വിപരീത ഫലമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അന്നം മുടക്കികളായ മുസ്ലിം ലീഗിന് വോട്ടില്ലെന്ന് മാസം തോറും സൗജന്യ അരി സ്വീകരിക്കാനായി സ്ഥാപനത്തിലെത്തുന്ന അട്ടപ്പാടി നിവാസികൾ ഉറപ്പിച്ചു കഴിഞ്ഞു. കല്ലാംകുഴിയല്ല പ്രശ്നം, അട്ടപ്പാടിയിലെ പീഡനം തന്നെ എന്നതാണ് ചേളാരി പത്രത്തിലെ ഇന്നത്തെ മറ്റൊരു വാർത്ത. പീഡനക്കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ ശംസുദ്ദീൻ കൂട്ടുനിൽക്കാത്തതാണ് ശംസുദ്ദീനെതിരെ തിരിയാൻ കാരണം എന്നാണ് ചേളാരി പത്രം ആരോപിക്കുന്നത്. എന്നാൽ അട്ടപ്പാടി മർക്കസിന്റെയും ഉസ്മാൻ സഖാഫിയുടെയും പ്രവർത്തനങ്ങളിൽ അസൂയ പൂണ്ട NDF ലീഗ് ക്രിസ്ത്യൻ ലോബി ലക്ഷങ്ങൾ മുടക്കി കെട്ടിച്ചമച്ച കഥയായിരുന്നു അട്ടപ്പാടി പീഡനം. ഉസ്മാൻ സഖാഫിയുടെയും സ്ഥാപനത്തിന്റെയും കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് തടയിടലായിരുന്നു ലക്ഷ്യം. നാഥനില്ലാത്ത ഒരു കുടുംബത്തെ ഉപയോഗിച്ചായിരുന്നു NDFന്റെ ജില്ലാ നേതാക്കൾ ലക്ഷ്യം നിറവേറ്റിയത്.
ഉസ്മാൻ സഖാഫിയെ അകത്താക്കാനായി രാഷ്ട്രീയ പാർട്ടികളുടെ താൽപര്യത്തിനനുസരിച്ച് പോലീസ് മെഡിക്കൽ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെങ്കിലും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രമഫലമായി മെഡിക്കൽ റിപ്പോർട്ട് പുറത്തായി. പീഡനത്തിനിരയായി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെന്നും പീഡനം നടന്നിട്ടില്ലെന്നുമായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. സംഭവം പരിസ്ഥിതി മനുഷ്യാവകാശ സമിതി പത്രസമ്മേളനം വിളിച്ച് പുറം ലോകത്തെ അറിയിച്ചതോടെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ പീഡനക്കഥകൾ തകർന്നടിഞ്ഞു. സഖാഫിയെ തളച്ചിടാനൊരുങ്ങിയ രാഷ്ട്രീയ പാർട്ടിയും നേതാക്കളും ഇതോടെ നിരാശരായി. ഇപ്പോഴും അട്ടപ്പാടി മർക്കസിന്റെ ജനറൽ സെക്രട്ടറിയായും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഉസ്മാൻ സഖാഫി തന്നെയാണ്. എന്നാൽ കള്ളപീഡന കഥകളുടെ പ്രചാരകർ ഇപ്പോഴും ചേളാരി വിഭാഗവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തന്നെയാണ്. കേസുമായി ബന്ധപ്പെട്ട് ശംസുദ്ദീൻ എംഎൽഎയുമായി ഇതുവരെ ഒരാളും ബന്ധപ്പെട്ടിട്ടില്ലെന്നിരിക്കെ കല്ലാംകുഴി ഇരട്ടക്കൊലപാതകത്തിന്റെ രക്തക്കറയുടെ മണം പുരണ്ട ശംസുദ്ദീന്റെ കൈകൾക്ക് ശക്തി പകരാനാണ് ചേളാരി വിഭാഗം കെട്ടുകഥകൾ ചമച്ചുണ്ടാക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുന്നികൾക്ക് വ്യക്തമായ നയനിലപാടുണ്ടെന്നും ഇക്കാര്യം സംഘടനാ സംവിധാനത്തിലൂടെ നേരത്തെ അറിയിച്ചതാണെന്നും ഇതിനു വിരുദ്ധമായി ചാനലുകളിലും മാധ്യമങ്ങളിലും വരുന്ന വാർത്തകളിൽ പ്രവർത്തകർ വഞ്ചിതരാവരുതെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി റഫീഖ് നരിക്കുനി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ രാവിലെ 8 മണിക്ക് തന്നെ അതത് കേന്ദ്രങ്ങളിലെത്തി. രാവിലെ 10 മണി മുതലാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീനും VVPAT ഉള്ള ബൂത്താണെങ്കിൽ ആ ഉപകരണവുമാണ് വിതരണം ചെയ്തത്. ബാക്കിയുള്ള പോളിംഗ് സാമഗ്രികൾ സെക്ടറൽ ഓഫീസർമാർ അതത് ബൂത്തുകളിലെത്തിക്കും. വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി ക്യാന്റീൻ, വാഹന പാർക്കിംഗ് സൌകര്യങ്ങൾ തുടങ്ങിയവ തയ്യാറാക്കി. വോട്ടെടുപ്പിന് ശേഷം സീൽ ചെയ്ത വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ അതാത് കേന്ദ്രങ്ങളിലെത്തിക്കും. വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മാതൃകാ പോളിംഗ് ബൂത്തുകൾ, സ്ത്രീ സൌഹൃദ ബൂത്തുകൾ എന്നിങ്ങനെ പ്രത്യേക വിഭാഗങ്ങളും വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലായി 21,498 പോളിംഗ് ബൂത്തുകളാണ് ഇക്കുറി തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 740 ബൂത്തുകൾ കൂടുതലുണ്ട്. 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. പോലീസ് സേനാംഗങ്ങളടക്കം 1.5 ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥർ രംഗത്തുണ്ട്. 35,946 വോട്ടിംഗ് യന്ത്രങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് പേപ്പറിലും പോസ്റ്റൽ ബാലറ്റിലും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും ഉണ്ടാകും. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാലുടൻ ഏത് സ്ഥാനാർത്ഥിക്കാണെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് നേരിട്ട് കാണാനും ഇത്തവണ സൌകര്യമുണ്ട്. 10 ജില്ലകളിലെ 12 മണ്ഡലങ്ങളിലാണ് ഇത്തവണ വോട്ട് സ്ഥിരീകരണ യന്ത്രം സ്ഥാപിക്കുക. സംസ്ഥാനത്ത് 1300 അതീവ പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് മോക്ക് പോൾ ആരംഭിക്കും. 7 തുടങ്ങുന്ന വോട്ടിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 5 മണിവരെയായിരുന്നു പോളിംഗ്. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലാണെങ്കിലും ആവേശം അലതല്ലി പ്രവാസലോകവും. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. മലയാളികളുടെ തെരഞ്ഞെടുപ്പ് ജ്വരം ഗൾഫിൽ തന്നെ ഏറ്റവുമധികം ദൃശ്യമായത് UAEയിലായിരുന്നു. 20ഓളം സ്ഥാനാർത്ഥികൾ നേരിട്ട് വന്ന് വോട്ട് ചോദിച്ചതും കൂടുതൽ പ്രവാസികൾ വോട്ട് ചെയ്യാൻ നാട്ടിൽ പോയതുമാണ് UAEയെ വ്യത്യസ്തമാക്കുന്നത്. പത്രങ്ങളും ടെലിവിഷൻ, റേഡിയോ ചാനലുകളും സാമൂഹിക മാധ്യമങ്ങളും വഴി ലഭിക്കുന്ന നാട്ടിലെ തെരഞ്ഞെടുപ്പ് ആവേശം അതേപടി ആവാഹിക്കുകയാണ് പ്രവാസികൾ. ശനിയാഴ്ചയായിരുന്നു കേരളത്തിലെ കൊട്ടിക്കലാശമെങ്കിൽ സൌദി അറേബ്യയിൽ വാരാന്ത്യ അവധി ദിനമായ വെള്ളിയാഴ്ച തന്നെ രാഷ്ട്രീയാനുകൂല പ്രവാസി സംഘടനകളുടെയെല്ലാം പ്രചാരണ പരിപാടികൾ അവസാനിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി മത്സരത്തിന്റെ ചിത്രം തെളിയുന്നതിനു മുമ്പ് തന്നെ എല്ലാ സംഘടനകളും പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒമാനിലെ പ്രവാസികളും ആവേശത്തിലാണ്. സംഘടനാ പ്രവർത്തനത്തിനുള്ള നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് സാമൂഹിക മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ പ്രധാനമായും ശ്രദ്ധയൂന്നുന്നത്. നാട്ടിൽ ചെറിയ ഒരു കാറ്റടിച്ചാൽ ആടിയുലയുന്ന അത്രയും നാടിനോട് കൂറുപുലർത്തുന്നവരാണ് ബഹ്റൈനിലെ മലയാളി രാഷ്ട്രീയ സംഘടനകൾ. അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ബഹ്റൈനിലെ രാഷ്ട്രീയക്കാർക്ക് അക്ഷരാർത്ഥത്തിൽ ഊണും ഉറക്കവും ഉണ്ടായിരുന്നില്ല. മേക്ക് പെർമിഷൻ കൂടി സർക്കാർ നൽകിയിരുന്നുവെങ്കിൽ ബഹ്റൈൻ കേരളത്തിലെ ഒരു സമ്പൂർണ്ണ നിയോജക മണ്ഡലമായേനെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പതിവിൽ കവിഞ്ഞ ചൂടുണ്ടായിരുന്ന ഖത്തറിൽ നിശബ്ദമായാണ് കൊട്ടിക്കലാശം അവസാനിച്ചത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും സ്ഥാനാർത്ഥി പര്യടനവുമൊക്കെ പൊടിപൊടിച്ച ആദ്യഘട്ടത്തിനു ശേഷം പ്രചരണം സൈബർ ലോകത്തും ബാച്ചിലർ റൂമുകളിലെ വാഗ്വാദങ്ങളിലും ഒതുങ്ങി. നാട്ടിൽ പ്രചരണ കൊട്ടിക്കലാശം കഴിഞ്ഞെങ്കിലും പ്രവാസ ലോകത്ത് തെരഞ്ഞെടുപ്പ് ചൂടിന് അറുതിയായിട്ടില്ല. കുവൈത്തിൽ വിവിധ പാർട്ടികളെ പിന്തുണക്കുന്ന വിഭാഗങ്ങളുടെ കൺവെൻഷനുകൾക്ക് വെള്ളിയാഴ്ചയോടെ പരിസമാപ്തിയായി. KMIC ന്യൂസിനുവേണ്ടി കരീം ഏലംകുളം.
തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം ഫലപ്രദമായി വിനിയോഗിക്കാൻ എല്ലാവരും മുമ്പോട്ട് വരണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആഹ്വാനം ചെയ്തു. മുഹിമ്മാത്തിൽ സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങൾ 10ാമത് ഉറൂസ് മുബാറക്കിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമ്മതിദാനം വിനിയോഗിക്കൽ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടിയാണ്. രാജ്യത്ത് ഭരണാധികാരികളും ഭരണീയരും ഉണ്ടാവേണ്ടത് പ്രകൃതിപരമായും ബുദ്ധിപരമായും അനിവാര്യമാണ്. വോട്ട് ചെയ്യാതിരിക്കുന്നത് പ്രബുദ്ധതയല്ല. ഒരാളോ ഒരു സമൂഹമോ വോട്ട് ബഹിഷ്കരിച്ചതുകൊണ്ട് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പും നടക്കാതിരിക്കില്ല. അതിലൂടെ പലതും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്യരുതെന്ന് ഒരിക്കൽ പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി ഇന്ന് അത് തിരുത്തി ഈ ആശയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ ഇവിടെ ഭൂരിഭാഗം വരുന്ന സുന്നികളെ ചവിട്ടിത്താഴ്ത്തുകയും എതിർക്കുകയും ചെയ്യുന്നവരെ തീർച്ചയായും പ്രവർത്തകർ കണ്ടറിയുക തന്നെ ചെയ്യും. സുന്നി പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വ്യാജവാർത്തകളുടെ കൂമ്പാരവുമായി സുപ്രഭാതം പത്രം. താനൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയെ ആക്രമിച്ച ശേഷം മുസ്ലിം ലീഗ് പ്രവർത്തകർ അഴിഞ്ഞാടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വ്യാജ പ്രചാരണങ്ങളിൽ പ്രവർത്തകർ വഞ്ചിതരാവരുതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരളത്തിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി, സാമഗ്രികൾ വിതരണം ചെയ്തു. സുന്നികളെ ചവിട്ടിത്താഴ്ത്തുന്നവരെ പ്രവർത്തകർ കണ്ടറിയും, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.